എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അപ്പോൾ ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? അതെല്ലാം കൗതുകപൂർവം നോക്കിക്കാണും. എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. ഞാനൊരു കോമാളിയായോടാണല്ലോ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.